നമ്മൾ ഇന്നുള്ളത് ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ EV വാഹനം സ്വന്തമാക്കിയ RF ട്രേഡേഴ്സിലാണ്. ഇവരൊരു ക്യാമറി ഐസ്ക്രീം ഡിസ്ട്രിബ്യൂട്ടർ ആണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സെഗ്മെന്റിലെ 4-വീലർ ഇലക്ട്രിക് വാഹനമായ ടാറ്റ എയ്സ് EVയുടെ യൂസർ എക്സ്പീരിയൻസ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാവർക്കും പോപ്പുലർ മെഗാ മോട്ടോഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം. നമ്മുടെ ഫസ്റ്റ് EV വെഹിക്കിൾ ഇറങ്ങിയ സമയത്ത് ആദ്യമായിട്ട് തന്നെ പർച്ചേസ് ചെയ്ത വാഹനമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഫസ്റ്റ് നമ്മൾ ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിള് പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചപ്പോ എന്തുകൊണ്ടാണ് നമ്മുടെ ടാറ്റയുടെ എയ്സ് EV തന്നെ ചൂസ് ചെയ്യാൻ റീസൺ? ഞാൻ നിങ്ങളുടെ വാഹനം ഇറങ്ങണതിന് ഒരു കൊല്ലം മുമ്പ് വരെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ EV. അതായത് ഡെലിവറി ഉപയോഗിക്കാൻ വേണ്ടി EV ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇല്ല, അത് നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് അപ്പോഴാണ് യൂട്യൂബിലെല്ലാം കാണുന്നുണ്ട് നിങ്ങളുടെ വണ്ടി ഇറങ്ങും എന്നുള്ളത്. അപ്പൊ എനിക്ക് വേറെ ഇതൊന്നുമില്ല, നമുക്ക് മാക്സിമം നമുക്ക് ചുറ്റുവട്ടത്തുള്ള ഇതുള്ളൂ, ചെറിയ ഓട്ടങ്ങളുള്ളൂ. അപ്പൊ കൊണ്ട് ഒരു 10 കിലോമീറ്ററിനുള്ളില് അതിന്റെ ഉള്ളു. അപ്പൊ നമുക്ക് എങ്ങനെ പോയാലും ഒരു 100 കിലോമീറ്ററിനോ താഴെ പറ്റും നമ്മുടെ ഉപയോഗം. അപ്പൊ EV ഇതുപോലെ നിങ്ങളുടെ EV ഇറങ്ങിയെന്ന് അറിഞ്ഞപ്പോ ഞാൻ അപ്പൊ തുടങ്ങി വെയിറ്റ് ചെയ്യണതാണ്. സൗജന്യത്തിനാണ് ആദ്യം. അതെ, ഞാൻ ഷോറൂമില് വരുന്ന സമയത്ത് EV വാഹനം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് എപ്പോ കിട്ടുമെന്നോ അതിന്റെ പ്രൈസ് ഒന്നും കറക്റ്റ് ആയിട്ട് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ടൈമിലാണ് അന്ന് ടെസ്റ്റ് ഡ്രൈവ് തരാൻ പോലോ നമുക്കൊരു യൂസർ എക്സ്പീരിയൻസ് തരാനോ ഒന്നും ഒരു വാഹനം നമ്മുടെ കയ്യിലില്ല. ടാറ്റയുടെ വിശ്വസ്തതയാണ് ഒന്ന്. പിന്നെ ഒന്ന് ടാറ്റ ഇതിനു മുമ്പ് വേറെ കുറെ ഡെലിവറി മറ്റേ നോർത്തിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഓടി ഒരു സക്സസ് എക്സ്പീരിയൻസ് കിട്ടിയിട്ടാണ് നമ്മൾ കേരളത്തിലേക്ക് ടാറ്റ ഈ വണ്ടി കൊണ്ടുവന്നത്. ആക്ച്വലി ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു വരാൻ വേണ്ടി. നമ്മള് വെയിറ്റ് ചെയ്ത് നോക്കിയിരുന്നാണ് ഈ ഒരു വാഹനം പർച്ചേസ് ചെയ്തത് അല്ലേ. നമുക്ക് കമ്പനിയിൽ നിന്ന് ഈ വണ്ടിക്ക് ഒരു 154 കിലോമീറ്റർ റേഞ്ച് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് എക്സാക്ട് എത്ര റേഞ്ചാ നമ്മുടെ ലോഡില് ഈ വണ്ടിക്ക് കിട്ടണേക്കാ? നമ്മുടെ ടെറൈൻ വെച്ച് നോക്കുമ്പോ നമുക്ക് ചെറിയ ചെറിയ കയറ്റങ്ങളാണെങ്കിലും ഉണ്ട്. അതൊക്കെ നോക്കുമ്പോ ഒരു 110 വരെ റേഞ്ച് കിട്ടുന്നുണ്ട്. കയറ്റമൊക്കെ ഈസി ആയിട്ട് പൊക്കോളോ? കയറ്റമൊന്നും പ്രശ്നമില്ല, കയറ്റമൊക്കെ പോകും. പക്ഷെ അതിനനുസരിച്ച് ചാർജ് ഇറങ്ങി പോകുന്നുള്ളൂ കയറ്റം കയറുമ്പോ. റീജനറേഷൻ യൂസ് ചെയ്യാറുണ്ടോ? അത് ബ്രേക്കിംഗ് ഉണ്ട്, അതുകൊണ്ട് ചെറിയൊരു വ്യത്യാസം വരും. പിന്നെ എല്ലാം ഓടിക്കുന്ന ഡ്രൈവർമാരുടെ പോലെ ഇരിക്കും. റാപ്പ് ഡ്രൈവിംഗ് ഒക്കെ ആണെങ്കിൽ പറ്റില്ല. ഡ്രൈവേഴ്സ് ഓക്കെയാണ്, നമ്മള് ട്രെയിനിങ് കൊടുക്കും. അങ്ങനെ വരുമ്പോ എങ്ങനെ പോയാലും നമുക്ക് ഒരു ദിവസത്തെ പരിപാടി തീരും. ആണല്ലേ. നമ്മൾ എന്തോരം ലോഡിനകത്ത് കയറ്റുന്നുണ്ടാവും? 600 കിലോയാണ് നമ്മുടെ ഈ വാഹനത്തിന്റെ കപ്പാസിറ്റി. അതെ, അത്രയും വെയിറ്റ് കയറ്റുന്നുണ്ടോ ഇതില്? ഫ്രീസ് നമുക്ക് ഐസ്ക്രീമിന്റെ പരിപാടിയാണ്. അപ്പൊ ഫ്രീസറുകളൊക്കെ വരുമ്പോ ചിലപ്പോ 600 എബോവൊക്കെ വരാറുണ്ട്. ഒരു ഇതിന് മുന്നേ യൂസ് ചെയ്ത ഒരു ടെസ്റ്റ് ചെയ്തപ്പോ 1.5 വരെ കയറ്റി ഓടിച്ചിട്ടുണ്ട്. ചെറിയ നമ്മുടെ കിലോമീറ്റർ അനുസരിച്ച് നമുക്ക് ആ റേഞ്ച് കിട്ടണത്. ഏകദേശം എത്ര കിലോമീറ്റർ ആയിട്ടുണ്ടാവും ഈ വാഹനം? ഇപ്പൊ 30-ന് മുകളിലായിട്ടുണ്ട്. 30-ന് മേളിലായിട്ടുണ്ട്. മറ്റുള്ള വാഹനം ഇപ്പൊ ഫ്യൂവല് ഡീസൽ ആയിക്കോട്ടെ പെട്രോൾ ആയിക്കോട്ടെ വാഹനങ്ങൾ യൂസ് ചെയ്തിട്ടനുസരിച്ച് ഇതിന്റെ ഒരു റണ്ണിങ് കോസ്റ്റ് നമുക്ക് എത്രത്തോളം ലാഭിക്കാൻ പറ്റും? കോസ്റ്റ് അത്യാവശ്യം നല്ല ലാഭം തന്നെ ഉണ്ട്. അതെന്ന് പറയുമ്പോ നമുക്ക് പിന്നെ ചാർജ് ചെയ്യണതിന്റെ ഇലക്ട്രിസിറ്റി പൈസ അല്ലാതെ നമുക്ക് വേറെ ഒരു കോസ്റ്റും ഇതുവരെ വന്നിട്ടില്ല. മെയിൻ്റെനൻസ് രണ്ടും ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് ഡീലേഴ്സ് ചെയ്തു തരുന്നു. അല്ലാതെ വേറെ വഴിയിലൊന്നും കിടത്തിയിട്ടില്ല ഇതുവരെ. ഫ്യുവൽ കോസ്റ്റ് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് വലിയ എന്താ പറയാ എക്സ്പെൻസ് എന്ന് പറയുന്ന വെഹിക്കിളിൽ നിന്നുള്ള എക്സ്പെൻസ് ഈ EV യൂസ് ചെയ്യുന്നതുകൊണ്ട് വളരെ കുറവാണ്. ഈ വണ്ടിയിലെ ഒരു സർവീസ് എക്സ്പെൻസ് നോർമലി വരുന്ന വാഹനങ്ങൾക്കെല്ലാം നമുക്ക് 1 ഇയർ സർവീസ് വരുമ്പോ ഒരു കോസ്റ്റ് വരുന്നുണ്ട്. അത് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഈ വണ്ടിയിലെ സർവീസ് കോസ്റ്റ് എത്ര ലാഭിക്കാൻ പറ്റുന്നുണ്ട്? എനിക്ക് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 0 ആണ് മെയിൻ്റെനൻസ് ഉൾപ്പെടെ ഇതുവരെ സോഫാർ. പിന്നെ ചെറിയൊരു വാച്ച് ഒക്കെ ഉണ്ടായിരുന്ന കമ്പനി തന്നെ ബെയർ ചെയ്ത് വാറണ്ടിയിൽ തന്നെ കവേർഡ് ആയി. എനിക്ക് തോന്നുന്നു ഈ വണ്ടി എടുക്കുന്ന സമയത്ത് 5 വർഷം വാറണ്ടിയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം നമുക്ക് വീണ്ടും അപ്ഗ്രേഡ് ചെയ്ത് 7 വർഷം അല്ലെങ്കിൽ 1,75,000 ആക്കി എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു. അന്ന് വണ്ടി എടുത്തതിന് ശേഷം വിളിച്ച് ഇൻഫോം ചെയ്തല്ലേ ചെയ്ത് 7 വർഷം ആക്കിയിട്ടുണ്ട്. നമുക്ക് കിലോമീറ്ററും കൂടുതലുണ്ട്. അതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ചാർജ് ചെയ്യുന്നതിന്റെ ഇലക്ട്രിസിറ്റി ചാർജ് അല്ലാതെ വേറെ മെയിൻ്റെനൻസ് കോസ്റ്റ് വന്നിട്ടില്ല. നമ്മളിത് എപ്പോഴെങ്കിലും പുറത്ത് കുത്തി ചാർജ് ചെയ്ത് എത്ര രൂപ വരും? വന്നിട്ടുള്ളൂ. അതൊരു 200 രൂപയ്ക്ക് ഞാൻ ചാർജ് ചെയ്തിട്ട്
ഇങ്ങോട്ട് ജസ്റ്റ് വരാനുള്ള ചാർജ് മാത്രം ചെയ്തിട്ട് ഇങ്ങോട്ട് വരിക ചെയ്തു. അതുകൊണ്ട് നമുക്കത് കൃത്യമായിട്ട് അതിലും ഫീസബിള് ഇവിടെ തന്നെ വന്ന് ചാർജ് വീട്ടിൽ തന്നെ ചെയ്തിട്ട് ചെയ്യുന്നതാ. സ്ലോ ചാർജിങ് ആണ്, എന്നാലും നമ്മുടെ ഓട്ടത്തിന് അതെ അത് ഓക്കെ ആണല്ലോ അല്ലെ. അപ്പൊ ഇത്രയും നേരം നമുക്ക് കസ്റ്റമേഴ്സിന് വേണ്ടി അദ്ദേഹത്തിന്റെ EV-യുടെ യൂസർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന് വേണ്ടിയിട്ട് ഒരുപാട് നന്ദി. താങ്ക് യു Okay, സാർ. thank താങ്ക് യു സോ മച്ച്. നിലവിൽ ഈ വാഹനം യൂസ് ചെയ്യുന്നവർക്കും ഇനി ഒരു പുതിയ EV വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടി നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തന്നെ നമ്മുടെ റിസ്വാനിക്ക നമുക്ക് വേണ്ടി ഷെയർ ചെയ്തു. നിങ്ങൾക്കൊരു പുതിയ വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള പോപ്പുലർ മെഗാ മോട്ടോഴ്സിന്റെ ഷോറൂമിൽ. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. ദിസ് ഈസ് സൗജ സൈനിങ് ഓഫ് ഫ്രം പോപ്പുലർ മെഗാ മോട്ടോഴ്സ്. താങ്ക് യു.